ശ്ലോകം 9. മധുദ്രവസൃന്തി ബൃഹന്തിതാനി. മധുദ്രവം, മധു തേന്, തേനാവും, തേൻ്റെ ചാറ്, ദ്രവം ചാറ്, അത് സന്ധി, അതിങ്ങനെ ഒഴുകുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ്റെ ചാറിങ്ങനെ ഒഴുകി വരും. അത്ര ഇതായിട്ടാണ്. മധുദ്രവസൃന്തി ബൃഹന്തിതാനി. അത് ഓരോന്നും വളരെ വലിയ വലിയ കായകളാണ്. തമിഴ്നാട്ടിൽ ചൂടുള്ള സ്ഥലത്താണ് ഇത് വളരുക. ഇവിടെ നമുക്ക് നാഗർകോവിൽ ഭാഗങ്ങളിൽ കിട്ടും. പാലക്കാടൊക്കെ കോയമ്പത്തൂർ ഭാഗങ്ങളിൽ അവിടെയായിട്ടാണ് പോകുന്നത്. ചൂട് അധികമുള്ള സ്ഥലങ്ങളിലാണ് അത് വരിക. അപ്പോൾ മധുദ്രവസൃന്തി ബൃഹന്തിതാനി. തേൻചാറ് ഒഴുകി വരുന്ന ആ വലുതായ ഫലങ്ങളെ, ഫലാനി മേധോഫലവൃന്തി. മേധം, കഴമ്പ് നല്ലവണ്ണം തിന്നാനുണ്ട്. മേധോഫല, വർദ്ധിച്ചതായ മേധസ്, കഴമ്പുള്ളത്. ഭുക്ത്വ, കുട്ടികളെല്ലാവരും ഭക്ഷിച്ച് ഭഗവാനും അവരുടെ കൂടെ കൂടി തൃപ്തൈഹി, എന്തെന്നില്ലാത്ത തൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി. അവിടെ വെച്ച് തന്നെ അവരുടെ മനസ്സിന് ഒരു അഹങ്കാരം വരികയാണ്. തൃപ്തൈഹി, അഹങ്കരിക്കുകയാണ് അവർ. എന്താണ് അഹങ്കാരം? തങ്ങളുടെ അച്ഛന്മാർ, അമ്മാവന്മാർ അവർക്കൊന്നും തരാൻ സാധിക്കാത്ത ഒന്ന് ഞങ്ങളുടെ ഒപ്പമുള്ള ഈ കൃഷ്ണൻകുട്ടിയല്ലേ തന്നത്. അതാണ് അവരുടെ അഹങ്കാരം. പനമ്പഴം തിന്ന് മനസ്സ് മുഴുവൻ തൃപ്തിയോടുകൂടി, എന്നാൽ ഈ അഹങ്കാരത്തോടുകൂടി ഭവനത്തെ അവർ പ്രാപിച്ചു. എല്ലാവർക്കും ആ പഴം കൊടുത്തു. ഭവനം ഫലോഹം വഹൽബി. ആ പഴക്കൂട്ടം ധാരാളം, അതിൻ്റെ തന്നെ ഓലയുണ്ട്. ആ ഓല കൊണ്ട് കൊട്ടയുണ്ടാക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള ഓലയാണ്. അതുകൊണ്ട് കൊട്ട പോലെ ഉണ്ടാക്കി അതിലെടുത്തുകൊണ്ട് പോവാണ്. വഹൽബി, എത്ര ധാരാളം കുട്ടികളല്ലേ, എല്ലാവരും അതിനെ വഹിച്ചുകൊണ്ട് ഹേ ഭഗവൻ ത്വം ആഗാഹ, അങ്ങ് പോകുകയുണ്ടായി. എവിടേക്ക്? ഗോകുലത്തിലേക്ക്. അപ്പോൾ ഗോകുലത്തിലേക്ക് വന്നു. ആഗാഹ, ആഗമിച്ചു, ഗോകുലത്തിലേക്ക് വന്നു. കുട്ടിയുടെ പശുക്കളെയും എല്ലാവരെയും അതാത് വീട്ടുകളിലാക്കി ഓരോരുത്തർക്കും ഓരോ വീട്ടിലേക്കുള്ളതായ പഴങ്ങളെ കൊടുത്ത് അവരെ ആ വിവരം എല്ലാവരെയും ഗോകുലം മുഴുവൻ അറിയിക്കുകയാണ്. എന്താണ് ഇത് കാണിക്കുന്നത്? നല്ല സാധനങ്ങൾ ഭക്ഷിക്കുന്നത് നമ്മൾ മാത്രം ഭക്ഷിച്ചാൽ പോരാ, കൊടുത്തു ഭക്ഷിക്കണം. പാലക്കാട് ഭാഗത്ത് ഒരു ചൊല്ലുണ്ട്, കൊടുത്തുണ്ടാൽ ശിവനുണ്ടു, താനുണ്ടാൽ മണ്ണുണ്ടു. ഇന്നിപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കൊടുക്കും, എത്രത്തോളം കൊടുക്കാൻ സാധിക്കുമോ കൊടുക്കും. അങ്ങനെ എല്ലാ വീട്ടിലേക്കും ഏതൊരു ഫലമാണോ അവർക്ക് കിട്ടിയത് ആ ഫലത്തിനെ എല്ലാ വീട്ടിലേക്കും എത്തിക്കുകയുണ്ടായി.